മലയാള സിനിമയിൽ സംവിധായകരും നടന്മാരും തമ്മിലുള്ള പല കോംബോകളും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ സ്ക്രീനിലെ കെമിസ്ട്രിയേക്കാൾ ഓഫ് സ്ക്രീനിലെ സൗഹൃദം കൊണ്ട് മലയാളി നെഞ്ചിലേറ്റിയ ഒരു കൂട്ടുകെട്ടുണ്ടെങ്കിൽ അത് ബേസിൽ ജോസഫ് ടൊവിനോ തോമസ് കോംബോയാണ്. ഇരുവരും ഒന്നിച്ചപ്പോഴെല്ലാം ബോക്സ് ഓഫീസിൽ വിജയങ്ങൾ മാത്രമല്ല, പ്രേക്ഷകർക്ക് കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ കൂടിയാണ് സമ്മാനിച്ചത്. 2013 ദുൽഖർ സൽമാന്റെ ABCD എന്ന ചിത്രത്തിലൂടെ അഖിലേഷ് വർമ്മയായി ടൊവിനോ തോമസ് എന്ന നടൻ ശ്രദ്ധിക്കപ്പെടുമ്പോൾ ബേസിൽ ജോസഫ് ക്യാമറയ്ക്ക് പിന്നിലായിരുന്നു. വിനീത് ശ്രീനിവാസന്റെ തിര എന്ന ചിത്രത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടർ. 2015 ഇരുവരും കരിയറിലെ വലിയ വഴിത്തിരിവുകളിലേക്ക് കടന്നു. ബേസിൽ കുഞ്ഞുരാമായണം എന്ന ചിത്രത്തിലൂടെ സ്വതന്ത്ര സംവിധായകനായപ്പോൾ അതേ വർഷം എന്ന് നിന്റെ മൊയ്തീൻ എന്ന ചിത്രത്തിലെ അപ്പു എന്ന കഥാപാത്രത്തിലൂടെ ടൊവിനോ എന്ന നടൻ വലിയ പ്രശംസ നേടി. ആഷിഖ് അബു സംവിധാനം ചെയ്ത മായാനദിയിലാണ് ഇരുവരും ആദ്യമായി ഒരുമിച്ച് സ്ക്രീൻ പങ്കിടുന്നത്. ടൊവിനോ നായകനായ ചിത്രത്തിൽ വളരെ ചെറിയൊരു റോളിലാണ് ബേസിൽ എത്തിയത്. ഇവർക്കൊന്നിച്ച് കോമ്പിനേഷൻ സീനുകൾ ഇല്ലായിരുന്നെങ്കിലും അതേ വർഷം തന്നെ ബേസിലിന്റെ സംവിധാനത്തിൽ ടൊവിനോ നായകനായി ഗോദ തിയേറ്ററുകളിലെത്തി. മലയാള സിനിമയിൽ അധികം പരീക്ഷിക്കപ്പെട്ടിട്ടില്ലാത്ത സ്പോർട്സ് ഡ്രാമ എന്ന ജോണറിലാണ് ഗോദ ഒരുങ്ങിയത്. നാട്ടിൻപുറത്തെ ഗുസ്തി പശ്ചാത്തലമാക്കി ബേസിൽ തന്റെ തനത് ശൈലിയിൽ ഒരുക്കിയ ചിത്രം വൻ ഹിറ്റായി മാറി. ഒരു സോളോ ലീഡ് ഹീറോ എന്ന നിലയിലേക്ക് ടൊവിനോയുടെ കരിയർ ഗ്രാഫ് മാറ്റി വരച്ചത് ആഞ്ജനേയദാസ് എന്ന ആ കഥാപാത്രമായിരുന്നു. അതിനായി വലിയ ഫിസിക്കൽ ട്രെയിനിങ് തന്നെയാണ് ടൊവിനോ നടത്തിയത്. വെറും ഒരു ഹാൻസം ഹീറോ എന്നതിനപ്പുറം ഇമോഷണലി പ്രേക്ഷകരുമായി കണക്ട് ചെയ്യുന്ന രീതിയിൽ ടൊവിനോയെ എങ്ങനെ പ്രസന്റ് ചെയ്യണമെന്ന ധാരണ ബേസിലിന് വ്യക്തമായി ഉണ്ടായിരുന്നു. ആ കോംബോയ്ക്ക് ഒരു മാജിക് ഉണ്ടെന്ന് അന്നേ പ്രേക്ഷകർ തിരിച്ചറിഞ്ഞതാണ്. ഗോദയ്ക്ക് ശേഷം ഇരുവരും തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. മായാനദി, തീവണ്ടി, ഉയരെ, വൈറസ്, ലൂസിഫർ അങ്ങനെ മികച്ച കഥാപാത്രങ്ങളുമായി ടൊവിനോ മുന്നോട്ട് നീങ്ങിയപ്പോൾ അഭിനയത്തിൽ ബേസിലും ശ്രദ്ധ നേടി. ജോജിയിലെ പള്ളിയിലച്ചൻ അക്കൂട്ടത്തിൽ മുന്നിൽ നിൽക്കുന്ന കഥാപാത്രമാണ്. ഇവരുടെ കോംബോ വീണ്ടും ഒന്നിച്ചപ്പോൾ പിറന്നത് മലയാളത്തിലെ ആദ്യത്തെ ഒറിജിനൽ സൂപ്പർ ഹീറോ ചിത്രമായ മിന്നൽ മുരളിയായിരുന്നു. VFXും വലിയ ബജറ്റും ആവശ്യമുള്ള ഒരു സൂപ്പർ ഹീറോ കഥയെ തികച്ചും ഒരു നാട്ടിൻപുറത്തിന്റെ പശ്ചാത്തലത്തിൽ പ്ലേസ് ചെയ്യാൻ ബേസിലിന്റെ മേക്കിങ്ങിന് സാധിച്ചു. ടൊവിനോയുടെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നായി മിന്നൽ മുരളി മാറി. കോവിഡ് പ്രതിസന്ധി കാരണം ചിത്രം OTTയിലാണ് റിലീസ് ചെയ്തതെങ്കിലും ആഗോളതലത്തിൽ തന്നെ വലിയ ശ്രദ്ധ നേടാൻ ചിത്രത്തിന് കഴിഞ്ഞു. തിയേറ്റർ എക്സ്പീരിയൻസ് നഷ്ടമായി എന്നതായിരുന്നു പ്രേക്ഷകരുടെ ഒരേ ഒരു നിരാശ. ഇതോടെ അമാനുഷിക കഥാപാത്രമായി മാറുമ്പോൾ ടൊവിനോയ്ക്ക് ലഭിക്കുന്ന സ്വാഭാവികത മിന്നലിലൂടെ നമ്മൾ ശരിക്കും കണ്ടു. ARMലെ മണിയനായും ലോകയിലെ ചാത്തനുമെല്ലാം നമുക്ക് വിശ്വസനീയമായത് മിന്നൽ മുരളി സെറ്റ് ചെയ്ത ആ ബെഞ്ച് മാർക്കിലൂടെയാണ്. അന്ന് തൊട്ട് ഇന്ന് വരെ രണ്ടാം ഭാഗം എന്താണെന്ന ചോദ്യം ഇരുവരും നിരന്തരം കേൾക്കുന്നു. അതിന്റെ തിയേറ്റർ റിലീസിനായി ഏവരും കാത്തിരിക്കുന്നു. പക്ഷേ അതിന് സമയമെടുക്കുമെന്നാണ് ബേസിൽ തന്നെ പറയുന്നത്. ഇപ്പോഴിതാ തിയേറ്ററുകളിൽ ജനസാഗരങ്ങളെ സാക്ഷി നിർത്തി കട്ട ഫാൻ ഷോകളുമായി ഇരുവരും ഒന്നിക്കുന്ന അതിരടി ബോക്സ് ഓഫീസിൽ ഇപ്പോൾ പുതിയ ചരിത്രം കുറിച്ചുകൊണ്ട് കുതിച്ചുപായാൻ തുടങ്ങിയിരിക്കുന്നു. റിലീസ് ചെയ്ത തിയേറ്ററുകളിലെല്ലാം ഹൗസ്ഫുൾ ബോർഡുകൾ തൂങ്ങുമ്പോൾ സ്ക്രീനിൽ ഇരുവരും ഒന്നിച്ചപ്പോഴുള്ള ആ മാജിക് തിയേറ്ററുകളെ അക്ഷരാർത്ഥത്തിൽ ഇളക്കി മറിക്കുകയാണ്. നേരത്തെ ടൊവിനോ നിർമ്മിച്ച മരണമാസിൽ നായകൻ ബേസിലായിരുന്നു. ഒരുമിച്ചപ്പോൾ എല്ലാം ആഘോഷിക്കപ്പെട്ട ആ കെമിസ്ട്രി മെയ് 14 വിജയം കണ്ടു. മിന്നൽ മുരളിയുടെ രണ്ടാം വാരവും അധികം വൈകാതെ തന്നെ സ്ക്രീനുകളിലെത്തട്ടെ.